കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമെന്ന നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KCCPL വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വ്യാവസായിക രംഗത്ത് മാതൃകാപരമായ വളർച്ചയാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായത്. ഗ്രാമീണ തലം മുതൽ വ്യാവസായിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇന്റേൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഉദാഹരണമാണ് കരിന്തളത്ത് ആരംഭിച്ച പെട്രോൾ പമ്പെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരെയും ചേർത്തു നിർത്താൻ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നാടിനടക്ഷാക്ഷേപിച്ചുകൊണ്ട് ഇവിടെയൊന്നും പറ്റില്ല എന്ന രീതിയിലേക്കുള്ള പ്രചരണം ഉണ്ടാവുന്നത് തെറ്റാണ്. ഇത്രയധികം വ്യാവസായിക സൗഹൃദമായ ഒരു സംസ്ഥാനം വേറെ ഇവിടെ ഇല്ല. അത് കേരളമാണ്. നിരവധി വ്യവസായങ്ങൾ ഇപ്പൊ വന്നില്ല ഇങ്ങോട്ടേക്ക്. പലരും ഇവിടെ എന്റെയൊക്കെ മണ്ഡലത്തിന്റെ പ്രശ്നം സ്ഥലമില്ല എന്നുള്ളത് എൻ്റെ അടുത്തൊക്കെ പലരും വന്നിട്ട് തുടങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾ കടൽ നിർത്തി കൊടുക്കേണ്ടി വരും, വേറെ സ്ഥലമൊന്നുമില്ല. ഇവിടെ ഈ കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ കിനാനൂർ കരിന്തളത്ത് 50 ഏക്കർ പ്രോപ്പർട്ടി ഇപ്പൊ ഈ പറഞ്ഞ KCCPL കയ്യിലുണ്ട്. അങ്ങനെയൊന്നും 50 ഏക്കർ ഒന്നും എടുക്കാൻ ഞങ്ങളുടെ സ്ഥലമൊന്നുമില്ല. അപ്പോ ഭൂമി ഉള്ളിടത്ത് വ്യവസായം കൊണ്ടുവരാൻ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ നടപ്പിലാക്കി. ഇപ്പൊ വ്യവസായിക വകുപ്പ് മന്ത്രി ഇന്റേൺഷിപ്പ് നടപ്പിലാക്കി ഓരോ പഞ്ചായത്തിലും. എന്നിട്ട് പഞ്ചായത്തിലെ വ്യവസായികളെ സഹായിക്കാൻ വേണ്ടി ഈ എന്താ പറയാ ഫയല് മുടങ്ങി കിടക്കുന്ന സാഹചര്യം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നു. അത് വലിയ മാറ്റം തന്നെയാണ്. വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി പെട്രോൾ പമ്പിലേക്ക് ചുവടുവെച്ച സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KCCPL പാലക്കാട് കഞ്ചിക്കോടും മട്ടന്നൂരും ഈ സാമ്പത്തിക വർഷം പെട്രോൾ പമ്പ് ആരംഭിക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BPCLുമായി സഹകരിച്ച് കരിന്തളം തലയെടുക്കത്ത് ആരംഭിച്ച പമ്പിൽ പെട്രോൾ, ഡീസൽ വിൽപ്പനയ്ക്ക് പുറമെ ഓയിൽ ചേഞ്ച്, ഫ്രീ എയർ സർവീസ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KCCPL ചെയർമാനും മുൻ MLAയുമായ TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി, കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ VK രാജൻ, കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം തുടങ്ങിയവർ സംബന്ധിച്ചു. ആനക്കൈ ബാലകൃഷ്ണൻ സ്വാഗതവും AK കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.